ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർജുന്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ വാങ്ങിച്ച് സത്യാമ്മ താലോലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് സുസ്മിത കയറി വരുന്നത്. ആഹാ, ഭവാനി എത്തിയായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള സുസ്മിയുടെ വരവ് കണ്ടതോടെ എല്ലാവരുടെയും മുഖത്ത് ആകെ ദേഷ്യവും ഗൗരവവും ഉണ്ടാകുന്നു. ഉടനെ തന്നെ സുസ്മിതയെ കണ്ടതോടെ എല്ലാവരും ആകെ ദേഷ്യത്തിലങ്ങ് നോക്കുമ്പോൾ സുസ്മിത അകത്തേക്ക് കയറി വന്നു. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് വിഷ്ണു സുസ്മിതയോട് ചോദിച്ചു. സുസ്മിത അകത്തേക്ക് കയറി വന്ന ഉടനെ തന്നെ സത്യാമ്മ ഇഷ്ടമില്ലാതെ മുഖം തിരിക്കുമ്പോൾ അർച്ചന ചോദിച്ചു, നീ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോ സുസ്മിത പറഞ്ഞു, എന്റെ അർച്ചനേട്ടാ, ഞാൻ വെറുതെ ഒന്ന് വന്നതാ, കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞ് ഒന്ന് കാണിച്ചു എന്റെ കുഞ്ഞിനെ എന്ന് ചോദിച്ച് സുസ്മിത കുഞ്ഞിന്റെ അരികിലേക്ക് ചെല്ലുമ്പോ സത്യഭാമ സുസ്മിതയെ തടയുന്നു. വേണ്ട സുസ്മിതയെ, നീ ഹോസ്പിറ്റലിൽ വെച്ച് കുഞ്ഞിനെ കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോ രാഘവൻ നായർ ചോദ്യം കേട്ട് ഉടനെ സത്യാമ്മയോട് ചോദിച്ചു, ഭാമേ, ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിരുന്നോ? ഈ മാരണത്തിന് എന്തിനാ ഭാമയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരെ എന്ന് ചോദിച്ചത്. ഉടനെ സുസ്മിത പറഞ്ഞു, എന്റെ അങ്കിളെ, ഞാൻ വെറുതെ ഒന്ന് ഈ കൊച്ചിനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. അങ്കിൾ വെറുതെ ദേഷ്യപ്പെടാതെ കുഞ്ഞിനൊന്ന് ഞാൻ കണ്ടോട്ടെ അങ്കിളെ എന്ന് പറയുമ്പോ സുസ്മിതയോട് വീണ്ടും രാഘവനാർ ചോദിച്ചു, നീ എന്തിനാടി കുഞ്ഞിനെ ഇപ്പൊ കാണുന്നത്? അപ്പോഴേക്കും ഉടനെ സുസ്മിത പറഞ്ഞു, എന്റെ അങ്കിളെ, ഈ ഈ ലോകത്തേക്ക് വരുന്ന ദൈവത്തിന്റെ വരദാനമല്ലേ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ കാണുക, ഒരു പൂ വിടുന്നതിന്റെ ഭംഗി ആസ്വദിക്കുക, ഇതൊക്കെ പറഞ്ഞ വലിയ കാര്യം തന്നെയല്ലേ. അതുകൊണ്ട് കുഞ്ഞിനെ കാണുന്നതിലെ എന്നെ തടയാൻ നോക്കരുത് അങ്കിളെ. കാരണം ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു മിനിയേച്ചറാണ്, നമ്മുടെ തന്നെ ഒരു മിനിയേച്ചറാണ് ഒരു കുഞ്ഞെന്ന് പറഞ്ഞത്. നമ്മളെ പോലെ തന്നെ കണ്ണും കാതും ചെവിയും മൂക്കും എല്ലാം ആ കുഞ്ഞുങ്ങൾക്കുണ്ട്. അവർ വളർന്ന് വലുതായിട്ടാണല്ലോ നാളെ ഒരു സുന്ദരന് പൗരുഷം തുളുമ്പുന്ന ഒരു പുരുഷനോ സുന്ദരിയായ ഒരു പെൺകുട്ടിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ കുഞ്ഞിന്റെ ആ കുട്ടിക്കാലത്തെ മുഖം ഒന്ന് കാണാനായി, ആ കുഞ്ഞിലത്തെ മുഖം ഒന്ന് കാണുന്നതിൽ ഇത്രത്തോളം കൗതുകം ഓരോരുത്തർക്കും തോന്നും. ഓരോ മനുഷ്യരും ഒരു കുഞ്ഞിനെ കാണുന്നത് എത്ര സ്നേഹത്തോടെ ആയിരിക്കും, വാത്സല്യത്തോടെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ രാഘവൻ നായർ പറഞ്ഞു, അതെ, നീ അങ്ങനെയൊക്കെ ഒരു കുഞ്ഞിന്റെ കൗതുകം കാണണമെന്നും ഇങ്ങനെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലേ അത് സ്വന്തമായിട്ട് നിനക്കൊരു കുഞ്ഞുണ്ടായിട്ട് നീ ആ കുഞ്ഞിനെ അങ്ങ് താലോലിച്ചോ എന്ന് രാഘവനായി പറയുമ്പോൾ ഉടനെ സുസ്മിത പറഞ്ഞു, അയ്യോ, അതെങ്ങനെയാ അങ്കിളെ? എനിക്കൊരു സ്വർണ്ണമാല ഇടണമെന്ന് പറഞ്ഞ് ഞാൻ സ്വർണ്ണഖനിയുള്ളിടത്ത് എന്ന് ഖനനം ചെയ്ത് നീ തന്നെ ഉരുക്കി സ്വർണ്ണം ഉണ്ടാക്കി മാല ഉണ്ടാക്കി കഴുത്തിലിട്ടാൽ മതി എന്ന് പറയുന്നത് പോലെയാണല്ലോ അങ്ങളുടെ സംസാരം. എന്റെ അങ്കിളെ, ഞാൻ ഈ കുഞ്ഞിനെ ഒന്ന് കാണുന്നല്ലേ ഉള്ളൂ. ഇപ്പോ സത്യത്തിൽ തന്നെ ഞാനിപ്പോ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ എന്നെ ഇവിടെ തടയാൻ ആർക്കും കഴിയില്ല. കാരണം ഇവിടെ ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഈ ഇരിക്കുന്ന ഭാമാന്റിക്ക് പോലും എന്നോട് ഇവിടേക്ക് വരുന്നതിനെ തടയാൻ കഴിയില്ല. കാരണം എന്നറിയാവോ, അങ്കിളിന്റെയും ഭാമാന്റിയുടെയൊക്കെ കാലശേഷം എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ആകെ ദേഷ്യത്തോടെ സുസ്മിതയെ നോക്കി. അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു, അയ്യോ, അതിൽ എന്റെ അമ്മയെ കൂടി ഉൾപ്പെടുത്തും കേട്ടോ. അതുകൂടി ഉൾപ്പെടുത്തിയാ ഞാൻ പറഞ്ഞത്. ആന്റിയും എന്റെ അമ്മയും ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടല്ലോ, ആ പാർട്ട്ണർഷിപ്പിലെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അതങ്ങനെ ഏത് ബന്ധം അറുത്തു മാറ്റുന്ന പോലെ അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ഇല്ലാതാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഭാവിയിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കാനും ഭാവിയിലുള്ള ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനും ഈ ഇരിക്കുന്ന കുഞ്ഞുമായിരിക്കും. അതെങ്ങനെയാണെന്നായിരിക്കും ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഉടനെ സത്യാമ്മ പറഞ്ഞു, സുസ്മിത, നീ കൂടുതലൊന്നും പറയണ്ട. നിന്നെ ഈ വീട്ടിലുള്ള ആർക്കും ഇഷ്ടമല്ല, നിന്നെ കാണുന്നതും ഇഷ്ടമല്ല. അതുകൊണ്ട് നീ എന്തിനോട് നിൽക്കുന്നത് എന്ന് സത്യാമ്മ ചോദിക്കുമ്പോൾ സുസ്മിത പറഞ്ഞു, അത് തന്നെ, അതാണ് ആന്റി. ആന്റി ഡയറക്റ്റ് കാര്യം പറഞ്ഞു. ആന്റി, എന്നെ ആർക്കും ഇഷ്ടമല്ലാത്ത എന്ത് കാരണത്താലാണ് എന്ന് സുസ്മിത സത്യഭാമയെ ചോദ്യം ചെയ്തു. ഉടനെ സത്യാമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ സുസ്മിത പറഞ്ഞു, അതെ, ഞാൻ സത്യങ്ങൾ വിളിച്ചു പറയുന്നത്. അതുകൊണ്ടല്ലേ ഇപ്പോ ഞാൻ സത്യങ്ങൾ പറയുന്നത് കൊണ്ടാണല്ലോ എല്ലാവർക്കും എന്നെ കാണാൻ പാടില്ലാത്തത് എന്ന് ചോദിച്ചപ്പോ സുസ്മിതയോട് വിഷ്ണു പറഞ്ഞു, അതെ, നീ സത്യങ്ങൾ വിളിച്ചു പറയുന്നത്. നീ എന്ത് സത്യങ്ങളാ പറയുന്നത്? നീ എപ്പോഴും അമ്മയെ പൊട്ടിയാക്കാനല്ലേ നോക്കാറുള്ളത്? നീ കഴിഞ്ഞ ദിവസം ശ്യാമ ഗർഭിണിയല്ല എന്ന് പറഞ്ഞ് ശാരദാമ്മയുടെ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയവളല്ലേ നീ. എന്നിട്ട് ഇപ്പൊ എന്തായി? ശ്യാമ ഗർഭിണിയല്ലായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ കുഞ്ഞിപ്പോ ശ്യാമയുടെ കയ്യിൽ ഇരിക്കുക എന്ന് വിഷ്ണു ചോദിച്ചതും ഉടനെ സുസ്മിത പറഞ്ഞു, അത് ശരി തന്നെയാണ്. പക്ഷെ എന്ന് വെച്ച് ശാലിനി, വിഷ്ണുവേട്ടന്റെ ഭാര്യയായ ശാലിനി ഗർഭിണിയല്ല എന്നും പറഞ്ഞ ഞാൻ തന്നെയാണ്. അന്ന് ഞാൻ പറഞ്ഞ ആ കാര്യം സത്യമായ അല്ലായിരുന്നെങ്കിൽ ഇപ്പോ ഈ സമയത്ത് ആ കാലവും സമയവും സന്ദർഭവും ഒക്കെ വെച്ച് നോക്കിയാ ഇപ്പൊ ഈ സമയത്ത് ഇതുപോലൊരു കുഞ്ഞ് ശാലിനിയുടെ കയ്യിൽ ഉണ്ടാകുമായിരുന്നു. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ വിഷ്ണുടാ എന്ന് വിഷ്ണുവിനോട് നോക്കി അങ്ങനെ സുസ്മിത ചോദിക്കുമ്പോ ശരിയല്ലേ ശാരദാമ്മ എന്ന് ശാരദാമ്മയോട് സുസ്മിതയും ചോദിച്ചു. ശാരദാമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ അപ്പോ ഈ കുഞ്ഞ് ഏതാന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ശ്യാമ പറയണം അല്ല ശ്യാമേ എന്ന് സുസ്മിത ശ്യാമയെ നോക്കി സംസാരിച്ചു. ശ്യാമ ഒന്നും മിണ്ടാതെ ആകെ പരിങ്ങി അങ്ങനെ ഇരിക്കുമ്പോ ഉടനെ സുസ്മിത പറഞ്ഞു, അതെ, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഈ വീട്ടിലേക്ക് വരുന്നത് തടയാൻ ആർക്കും സാധിക്കില്ല എന്ന്. അതുപോലെ തന്നെ ഇപ്പോ സത്യാമ്മയുടെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞ്
രോഹിത് ഈ വീട്ടിലെ സത്യാമ്മയുടെ ദത്തുപുത്രനാണെങ്കിൽ പോലും ഇപ്പോ സത്യാമ്മയുടെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞാണ് ഈ കണ്ട സ്വത്തുക്കളുടെയൊക്കെ അനന്തരാവകാശി അല്ലെ. അതുകൊണ്ട് നാളെ ഭാമാന്റെയും അങ്ങളുടെയൊക്കെ കാലശേഷം ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ പാർട്ണർഷിപ്പ് തുടർന്നുകൊണ്ട് പോകുന്നത് ഞാനും ഈ കുഞ്ഞും തമ്മിലായിരിക്കും. അതുകൊണ്ട് ഭാവിയിലെ എന്റെ ബിസിനസ് പാർട്ട്ണറെ എനിക്കൊന്ന് കാണണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഹലോ ബിസിനസ് പാർട്ട്ണർ എന്ന് പറഞ്ഞ് വേഗം സുസ്മിത സത്യാമ്മയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ പിടിച്ചു വാങ്ങിച്ചു. ഹലോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കയ്യിലെടുത്ത് കൊഞ്ചിക്കാനായി സുസ്മിത ശ്രമിക്കുന്നു. അപ്പോഴേക്കും കുഞ്ഞു വേഗം കരയാൻ തുടങ്ങുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടതോടെ സുസ്മിത പറഞ്ഞു, ഹലോ കരയല്ലേ, ഞാനാ ഞാൻ എന്നെ നിനക്കറിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും കുഞ്ഞ് വല്ലാതെ വാവിട്ട് കരഞ്ഞു. ഉടനെ സത്യാമ്മ വേഗം സുസ്മിത കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ചു. കുഞ്ഞിനെ അയ്യോ മോളെ എനിക്കറിയണ്ട കേട്ടോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കയ്യിലെടുത്ത് സത്യാമ്മ കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാനായി ശ്രമിക്കുന്നു. എത്ര സത്യാമ്മ ശ്രമിച്ചിട്ടും കരച്ചിൽ നിൽക്കാതെ കുഞ്ഞ് വീണ്ടും കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് കണ്ടതോടെ ശ്യാമയ്ക്കും ആകെ ടെൻഷനായി. ശാരദാമ്മയും വല്ലാതെ ആശങ്കപ്പെട്ടു. ഉടനെ തന്നെ സത്യാമ്മ കുഞ്ഞിനെ നേരെ ശ്യാമയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. ശ്യാമ എത്ര സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. അപ്പോഴേക്കും സത്യാമ്മ ആകെ ടെൻഷനിലായി. ദൈവമേ, ശ്യാമയ്ക്ക് കുഞ്ഞിന് പാല് കൊടുക്കാൻ കൂടി കഴിയില്ലല്ലോ. ഇന്ന് എല്ലാ കാര്യങ്ങളും എല്ലാവരും മനസ്സിലാക്കുവോ, ശ്യാമയുടെ കുഞ്ഞല്ല എന്ന കാര്യം എല്ലാവരും തിരിച്ചറിയുമോ എന്റെ ദേവി എന്ന് ശാരദാമ്മ മനസ്സിലങ്ങനെ ആശങ്കപ്പെടുമ്പോ ഉടനെ സുസ്മിത അവിടെ നിൽക്കുന്നത് കണ്ട് സത്യാമ്മ വേഗം ശ്യാമയുടെ കയ്യിൽ നിന്നും കുഞ്ഞ് കരച്ചിൽ നിർത്താത്ത വല്ലാത്ത ടെൻഷനിലെ അയ്യോ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ലല്ലോ എന്ന് സത്യാമ്മ സങ്കടപ്പെടുമ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു, അമ്മേ അതിന് കാരണം മറ്റാരുമല്ലോ ഈ നിൽക്കുന്ന ഇവൾ തന്നെയാണ് എന്ന് സുസ്മിതയെ ചൂണ്ടി വിഷ്ണു സുസ്മിതയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. അത് കേട്ടതും സുസ്മിത അയ്യോ ഞാനോ എന്ന് ഞെട്ടോടെ ഇങ്ങനെ നോക്കുമ്പോ പെട്ടെന്ന് അർജുൻ ആലോചിച്ചു. അർജുന്റെ കുഞ്ഞിനെ പാറുക്കുട്ടിയെ കൊല്ലാനായി ശ്രമിച്ച സുസ്മിതയെ കുറിച്ച് പെട്ടെന്ന് അർജുൻ ഓർത്തിട്ട് പറഞ്ഞു, അതെ വേറെ ആരുമല്ല സത്യാമ്മേ, വിഷ്ണു പറഞ്ഞ ശരി തന്നെയാ, ഇവൾ തന്നെയാ അതിന് കാരണക്കാരി, ഇവൾ എന്തോ കുഞ്ഞിനെ ചെയ്തതാണ് എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ല, നിങ്ങൾ എല്ലാവരും കണ്ടല്ലേ ഞാൻ കുഞ്ഞിനെ എടുത്തത്. അപ്പോഴേക്കും രാഘവനാർ പറഞ്ഞു, അതെ കുഞ്ഞിന് മനസ്സിലായി കാണും കുഞ്ഞിരിക്കുന്നത് പൂതനയുടെ കയ്യിലാണെന്ന് എന്ന് പറഞ്ഞതും ഉടനെ രോഹിത് മുന്നിലേക്ക് ചാടി വന്നിട്ട് പറഞ്ഞു, എടി എന്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാണല്ലോ നിന്നെ ചവിട്ടി കൂട്ടി ഞാൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തും എന്ന് രോഹിത് ദേഷ്യപ്പെടുന്നത് കേട്ട് സുസ്മിത ഞെട്ടിലോട് നോക്കുമ്പോ വിഷ്ണു പറഞ്ഞു, ഇറങ്ങി പോടി ഇവിടുന്ന്. വിഷ്ണുവിന്റെ ആ ദേഷ്യപ്പെടൽ കൂടിയായത് സുസ്മിത വേഗം പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോ രാഘവനാർ പറഞ്ഞു, അതെ സുസ്മിതേ നീ അങ്ങനെ പോകാൻ വരട്ടെ, അവിടെ നിൽക്ക്, ഈ കുഞ്ഞിന്റെ കരച്ചിൽ തീർത്തിട്ട് ഇനി നീ പോയാ മതി എന്ന് രാഘവൻ നായർ പറഞ്ഞു. അത് കേട്ടതോടെ സുസ്മിത ആകെ ഞെട്ടിലോട് നോക്കി. ഉടനെ സുസ്മിത സത്യഭാമയോട് പറഞ്ഞു, ഭാമാന്റി എന്ന് വിളിച്ചതും വിഷ്ണു പറഞ്ഞു, കേട്ടില്ലേടി അച്ഛൻ പറഞ്ഞത്, കയറി നിൽക്കടി ഇവിടെ എന്ന് പറഞ്ഞ് വിഷ്ണു സുസ്മിതയുടെ അകത്തേക്ക് കയറി നിൽക്കാനായി പറയുന്നു. ഇത് കണ്ട ഉടനെ സുസ്മിത ആകെ ടെൻഷനോടെ നിന്നു. ഉടനെ സുസ്മിത ആകെ പരുങ്ങുന്നത് കണ്ട് സത്യഭാമ വേഗം സുസ്മിതയെ നോക്കി. ഉടനെ സുസ്മിത സത്യഭാമയോട് പറഞ്ഞു, അതെ രോഹിത്തിന്റെ കുഞ്ഞിനെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു തോന്നുവോ ഭാമാന്റി, രോഹിത്തിന്റെ കുഞ്ഞല്ലേ, ആ കുഞ്ഞിനെ ഞാൻ എന്തെങ്കിലും ചെയ്യുവോ എന്ന് സുസ്മിത ഇങ്ങനെ പറയുമ്പോ ഉടനെ ഒന്നും അല്ലെങ്കിലും കുറച്ചു കാലം ഞാൻ രോഹിത്തിന്റെ ഭാര്യയായി കഴിഞ്ഞാലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ രോഹിത്ത് പറഞ്ഞു, ആ എന്റെ ഭാര്യയെന്നോ എന്നെ കൊല്ലാനായി കൊക്കയിലേക്ക് ചവിട്ടി താഴ്ത്തിയോളല്ലേ നീ കൂടുതൽ നിഷ്കളങ്കയൊന്നും ചമയണ്ട എന്ന് രോഹിത്ത് ദേഷ്യപ്പെടുമ്പോ ഭാമാന്റി എന്ന് പറഞ്ഞു സുസ്മിത സത്യഭാമയെ വിളിച്ചത് കേട്ട് സത്യഭാമ പറഞ്ഞു, വേണ്ട സുസ്മിതേ, നിന്റെ സംസാരമൊന്നും എനിക്ക് കൂടുതൽ കേൾക്കണ്ട, നീ പറഞ്ഞല്ലേ നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് കയറി വരാമെന്ന്, ഞാൻ വിളിക്കാതെ തന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് പോകുന്ന കാര്യം, പക്ഷെ ഇപ്പോ നീ ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറഞ്ഞിട്ട് മാത്രം, ഞാൻ പറയാതെ നീ ഇനി ഇവിടെ നിന്ന് പോകണ്ട എന്ന് പറഞ്ഞപ്പോ ആന്റി എന്ന് സുസ്മിത വിളിച്ചു. അപ്പോഴേക്കും സത്യാമ്മ മുഖം തിരിച്ചങ്ങനെ നിൽക്കുമ്പോ കുഞ്ഞ് കരച്ചിൽ നിർത്താത്തതിൽ എല്ലാവർക്കും ആകെ ടെൻഷനായി. കുഞ്ഞ് എത്ര ശ്രമിച്ചിട്ടും കരച്ചിൽ നിർത്താത്തത് കണ്ട് ശാരദാമ്മയാകെ വിഷമിച്ചു. അപ്പോഴേക്കും ശാലിനി കുഞ്ഞുമായി വിഷ്ണുവിന്റെ അരികിലേക്ക് ഓട്ടോയിൽ വന്നുകൊണ്ടേയിരിക്കണം. ഈ കുഞ്ഞിനെ താലോലിച്ചും കുഞ്ഞിനെ നോക്കി പുഞ്ചിരിച്ചുമൊക്കെ ശാലിനി കൊഞ്ചിച്ചുമൊക്കെ ഓട്ടോയിൽ അങ്ങനെ ഇരിക്കുമ്പോ ശാരദാമ്മ കുഞ്ഞിന്റെ കരച്ചിൽ നിർത്തുന്നില്ലല്ലോ എന്നോർത്ത് ആകെ സങ്കടപ്പെടുന്നു. ഈ സമയത്ത് രോഹിത് വേഗം ശ്യാമയുടെ അരികിൽ നിന്ന് കുഞ്ഞിനെ എടുത്തു. ഇങ്ങിതാ ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് രോഹിത് കുഞ്ഞിനെ കയ്യിലെടുത്ത് കൊഞ്ചിക്കാനായി നോക്കുന്നു. വാവേ എന്റെ പൊന്നുമത്ത് കരയല്ലേ, അച്ഛന്റെ പൊന്നമ്മനെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് താലോലിച്ചിട്ടും കുഞ്ഞിനെ കൊഞ്ചിച്ചിട്ടും ഒന്നും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. എല്ലാവർക്കും ആകെ ടെൻഷനായി. എല്ലാവരും ആകെ ആശങ്കപ്പെട്ടങ്ങനെ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് വിഷ്ണു രോഹിത്തിനെ നോക്കി രോഹിത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, രോഹിത്തെ ഞാനൊന്ന് എടുക്കട്ടെ കുഞ്ഞിനെ എന്ന് പറഞ്ഞു. വേഗം വിഷ്ണു രോഹിത്തിന്റെ അരികിലേക്ക് വന്നതും വിഷ്ണു കുഞ്ഞിനെ കയ്യിലെടുക്കുന്നത് കണ്ട് ശാരദാമ്മ വളരെ വേദനയോടെ വിഷ്ണുവിനെ നോക്കി. അപ്പോഴേക്കും വിഷ്ണു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞ്, കരയല്ലേ കരയല്ലേ വാവേ കരയല്ലേ എന്ന് പറഞ്ഞ് വിഷ്ണു കുഞ്ഞിനെ പതുക്കെ ഇങ്ങനെ കൊഞ്ചിച്ചതും കുഞ്ഞു വേഗം ആ ശബ്ദം കേട്ടതോടെ കരച്ചിൽ നിർത്തുന്നു. വിഷ്ണുവിന്റെ കരച്ചിൽ കേട്ടതോടെ ആ കുഞ്ഞിന്റെ കരച്ചിൽ പെട്ടെന്ന് അവസാനിച്ചത് കണ്ട് എല്ലാവരും സന്തോഷിച്ചു. ഉടനെ തന്നെ വലിയ അതിശയത്തോടെ
സത്യാമ്മ പറഞ്ഞു, ആഹാ, വല്യച്ഛന്റെ കൈ കിട്ടിയതും കണ്ടില്ലേ അവൾ കരച്ചിൽ നിർത്തിയത് എന്ന് സത്യാമ്മ അതിശയത്തോടെ പറയുമ്പോ ശാരദാമ്മ മനസ്സിൽ പറഞ്ഞു, വല്യച്ഛനല്ല സത്യാമ്മേ, അച്ഛനാ. രക്തത്തെ തിരിച്ചറിഞ്ഞതാ സത്യാമ്മേ എന്ന് മനസ്സിൽ ശാരദാമ്മ മറുപടി നൽകി. വിഷ്ണു കുഞ്ഞിനെ കയ്യിലെടുത്ത് കൊഞ്ചിച്ചപ്പോഴേക്കും കുഞ്ഞു കരച്ചിൽ നിർത്തിയത് കണ്ട് വിഷ്ണു വലിയ എന്തോ കാര്യം ചെയ്തതിന്റെ സന്തോഷത്തിൽ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് വിഷ്ണു അങ്ങനെ കൊഞ്ചിക്കുമ്പോ കുഞ്ഞു കരച്ചിൽ നിർത്തിയത് കണ്ട് വേഗം സത്യാമ്മ കുഞ്ഞിന്റെ അരികിലേക്ക് ചെല്ലുന്നു. ഈ സമയത്ത് വിഷ്ണു കയ്യിൽ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുമ്പോൾ മറ്റൊരു കുഞ്ഞിനെ ശാലിനി തന്റെ നെഞ്ചിലേക്ക് ചേർക്കുന്നു. അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളും അച്ഛന്റെയും അമ്മയുടെയും ചൂടറിഞ്ഞ് അങ്ങനെ ആ സന്തോഷത്തിൽ, അച്ഛന്റെയും അമ്മയുടെയും ചൂടറിഞ്ഞതിന്റെ ആ സന്തോഷത്തിൽ അവർ രണ്ടുപേരും അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് സത്യാമ്മ വേഗം വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തിയിട്ട്, വാ അച്ഛമ്മയുടെ പൊന്നുമുത്ത് വാ എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ സത്യാമ്മ വാങ്ങിച്ചു. അത് കഴിഞ്ഞ ശേഷം സെറ്റിയിലിരുന്ന് കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ശാരദാമ്മയെ ചൂണ്ടിക്കാണിച്ച്, നോക്കൂ ശാരദാമ്മേ എന്ന് പറഞ്ഞ് സത്യാമ്മ വളരെ സന്തോഷത്തോടെ കുഞ്ഞിനെ ലാലിക്കുന്നു. അങ്ങനെ ലാളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ രാഘവൻ നായർ പതുക്കെ അർജുനെ വിളിച്ചു. എടാ പറയടാ എന്ന് പതുക്കെ രാഘവൻ നായർ അർജുനെ നോക്കിയിട്ട് നോക്കുമ്പോ അർജുൻ പതുക്കെ സത്യാമ്മയോട് സംസാരിക്കാനായി തയ്യാറെടുത്തു. സത്യാമ്മയെ, ഇപ്പോ നമ്മുടെ ഈ കുടുംബത്തിലുള്ളവരെല്ലാവരും വലിയ സന്തോഷത്തിലല്ലേ? നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയ ഒരു അതിഥി കൂടി വന്നിരിക്കുന്നു. അത് കേട്ടതോടെ സത്യാമ്മ വളരെ സന്തോഷത്തോടെ നോക്കി. ഉടനെ അർജുൻ പറഞ്ഞു, എന്നാൽ നമ്മുടെ ഈ കുടുംബത്തിന്റെ ചിത്രം പൂർണ്ണമാകണമെങ്കിൽ ഒരാൾ കൂടി വേണം സത്യാമ്മേ എന്ന് പറഞ്ഞപ്പോ സത്യഭാമയ്ക്ക് ശാലിനിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായി. ഉടനെ വിഷ്ണുവും ശാരദാമ്മയും അർജുനെ നോക്കി. അർജുൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു വന്നത് ശാലിനിയുടെ കാര്യം കൂടിയാണ് സത്യാമ്മേ. ശാലിനി കൂടി ഇവിടെ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ നമ്മുടെ ഈ കുടുംബം പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. എല്ലാവരുടെയും സന്തോഷത്തിൽ ശാലിനി കൂടി ഒപ്പം ഉണ്ടാവണ്ടേ? അപ്പോഴേക്കും ശാലിനി ചെയ്ത തെറ്റാണെങ്കിൽ ഇതിനോടകം അവൾ അതിനുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞില്ലേ സത്യാമ്മേ എന്ന് അർജുൻ വളരെ സാവകാശത്തിൽ സത്യാമ്മയോട് സംസാരിക്കണം. സത്യാമ്മ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും അർജുൻ പറഞ്ഞു, സത്യാമ്മേ, സത്യത്തിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ അവൾ ചെയ്തിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ കുഞ്ഞിനെ തന്നെ ഓർത്താ പോരെ? പാറുക്കുട്ടിക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ അവൾ സഹിച്ചു. എന്റെയും പ്രീതിയുടെയും ജീവിതം ഇതുപോലെ സന്തോഷകരമാക്കി തീർത്തത് ശാലിനി അല്ലേ സത്യാമ്മേ? ശാലിനി ഇല്ലായിരുന്നുവെങ്കിൽ പ്രീതിയെ കോമ സ്റ്റേജിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമായിരുന്നോ? പാറുക്കുട്ടിയെ നമുക്ക് ജീവനോട് കിട്ടുമായിരുന്നോ? എന്തെല്ലാം ത്യാഗങ്ങൾ ശാലിനി നമുക്ക് വേണ്ടി സഹിച്ചതാണ് സത്യാമ്മേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രോഹിത്തും പറഞ്ഞു, അതെ സത്യാമ്മേ, ഈ കുഞ്ഞിനെ തന്നെ നമുക്ക് സമ്മാനിച്ചത് ശാലിനി അല്ലേ സത്യാമ്മേ? ശാലിനി അങ്ങനെ ഒരു കാര്യം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാനും ശ്യാമയും പിണങ്ങിയിരുന്ന് ഞങ്ങളെ ഒരുമിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമായിരുന്നോ? ഞങ്ങൾ ഒരുമിച്ചതും ഈ കുഞ്ഞിനെ, അതിന്റെ ഫലമായി ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് സന്തോഷത്തോടെ ഈ കുഞ്ഞിനെ നമുക്ക് കിട്ടിയതുമൊക്കെ ശാലിനി കാരണമല്ലേ സത്യാമ്മേ? സത്യാമ്മയുടെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞിനെ കിട്ടാനുള്ള കാരണക്കാരി ശാലിനിയല്ലേ സത്യാമ്മേ? അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ എല്ലാവർക്കും ഇപ്പൊ സന്തോഷത്തിൽ നിൽക്കാൻ കഴിയുന്നത്, എല്ലാവരും ഈ സന്തോഷത്തിൽ നിൽക്കുന്നതുമൊക്കെ ശാലിനി കാരണമല്ലേ സത്യാമ്മേ എന്ന് ചോദിക്കുമ്പോൾ സുസ്മിത ഇതെല്ലാം കേട്ടിട്ട് മനസ്സിൽ പറഞ്ഞു, ആഹാ, അപ്പോ ഈ സമയത്ത് എല്ലാവരും ശാലിനിയെ ഈ ഒരു കാര്യം പറഞ്ഞ് ഇതിന്റെ ഇടയിലൂടെ ശാലിനി അകത്ത് കയറ്റാനുള്ള ശ്രമമാണല്ലേ എന്ന് സുസ്മിത മനസ്സിലങ്ങനെ ചിന്തിച്ചു. വിഷ്ണു ഒരു വാക്കുപോലും പറയാതെ അങ്ങനെ നിൽക്കുമ്പോ ഉടനെ അർജുൻ പറഞ്ഞു, അതേ സത്യാമ്മേ, ശാലിനി കുടുംബത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്താൽ മതി. ഞാനും പ്രീതിയും സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് അത് ശാലിനി കാരണമല്ലേ? ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയെങ്കിൽ അതിന് പിന്നെ ശാലിനിയല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ ശാലിനി ചെയ്തിട്ടുണ്ട് സത്യാമ്മ ഒന്ന് ഓർത്തു നോക്കുകയും. അന്ന് പാറുക്കുട്ടിക്ക് വേണ്ടി പ്രീതി കോമാ സ്റ്റേജിൽ കിടന്നപ്പോ പാറുക്കുട്ടിയുടെ അമ്മയായി ജീവിച്ചവളല്ലേ ശാലിനി? പാറുക്കുട്ടിയുടെ അമ്മയായിരുന്നില്ല ആ സമയത്തെല്ലാം ശാലിനി? അരപ്പട്ടിണി കിടന്നു പോലും നമ്മുടെ പാറുക്കുട്ടി അവൾ പോറ്റിയില്ലേ? ഇതിനേക്കാൾ ഏറെ ത്യാഗം, ഇതിനേക്കാൾ വലിയൊരു ത്യാഗം ആർക്കെങ്കിലും ചെയ്യാൻ കഴിയോ ശാരദാമ്മേ? സത്യാമ്മേ, ഈ കുടുംബത്തിന് വേണ്ടി അത്രത്തോളം ത്യാഗം സഹിച്ചവളല്ലേ അവൾ എന്നെല്ലാം വിഷ്ണുവിനെ ഒരു വാക്ക് പോലും പറയാതെ നിൽക്കുമ്പോൾ അർജുനും രോഹിത്തും കൂടി സത്യാമ്മയോട് ശാലിനിയെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോഴേക്കും രാഘവൻ നായർ വിളിച്ചു, ഭാമേ, അതേ ഭാമേ, ശാലിനി, അവളെ കുറിച്ച് തന്നെ എല്ലാവർക്കും പറയാനുള്ളത്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്തവളാണ്. ഒരേ ഒരു വട്ടം ഒന്ന് ക്ഷമിച്ചൂടെ? ഒരു വിട്ടുവീഴ്ച കാണിച്ചൂടെ ഭാമേ? കാരണം വിട്ടുവീഴ്ച കാണിക്കുമ്പോഴാണല്ലോ നമ്മൾ ഓരോരുത്തരുടെയും മനസാക്ഷി, അല്ലെങ്കിൽ വിട്ടുവീഴ്ച എന്നല്ല മനസാക്ഷി എന്നാ പറയുന്നത്, ഇത്തരം മനസാക്ഷികളൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ ഭാമേ നമ്മൾ ഓരോരുത്തരുടെയും മഹത്വം വലുതാവുന്നതും ഓരോരുത്തർ വലിയവരാകുന്നതും. മനസ്സിലുള്ള ഈ ഒരു ചിന്താഗതി ഒന്ന് മാറ്റിക്കൂടെ ഭാമേ? ഈ കുടുംബത്തിന് വേണ്ടി ഇത്രത്തോളം ത്യാഗം ചെയ്ത ശാലിനിയെ ഈ വീടിന് പുറത്തു നിൽക്കുന്നതിൽ ഏറെ നന്ദികേട് വേറെ ഉണ്ടോ ഭാമേ എന്ന് സത്യഭാമയോട് രാഘവൻ നായർ ചോദിക്കുന്നു. ഭാമേ, ഇത്തവണത്തെ കൂടി അവളോട് ക്ഷമിച്ചൂടെ ഭാമേ നിനക്ക് എന്ന് രാഘവൻ നായർ സത്യാമ്മയോട് വളരെ സൗമ്യമായിട്ട് സത്യാമ്മയോട് സംസാരിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ വിഷ്ണു അവിടെ നിൽക്കുന്നു. അപ്പോഴേക്കും ശ്യാമയും ശാരദാമ്മയും
സത്യാമ്മ അതിനനുവദിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ രണ്ടുപേരും എന്തായിരിക്കും സത്യാമ്മയുടെ മറുപടി എന്നറിയാനായി അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ സുസ്മിത ഇതിനെ എങ്ങനെ തകർക്കുമെന്നും ശാലിനിയുടെ തിരിച്ചു വരവിനെ എങ്ങനെയാണ് താൻ പൊളിച്ചെടുക്കേണ്ടത്, ശാലിനിയെ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറാതിരിക്കാൻ താൻ എന്താണ് ചെയ്യുക എന്ന തലപുകഞ്ഞ് ആലോചിച്ച് സുസ്മിത നിൽക്കുന്നു.